സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഇടമലക്കുടിയിൽ നടപ്പിലാക്കുന്ന പഠിപ്പുരസി പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. എന്താണ് പഠിപ്പുരസി പദ്ധതി? ജോസൽ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗോത്രഭാഷയായ മുതുവാൻ ഭാഷയിൽ ഉറസി എന്നാൽ മലയാളത്തിലെ അർത്ഥം രുചി എന്നാണ്. പഠിപ്പുറസി എന്നാൽ പഠനത്തിന്റെ രുചി. പ്രത്യേകമായ ലിപി ഇല്ലാത്ത ഗോത്രഭാഷയായ മുതുവാൻ ഭാഷയിലാണ് ഇടമലക്കുടിയിലെ ജനങ്ങൾ സംസാരിക്കുക. ഗോത്രഭാഷയായ മുതുവാൻ ഭാഷയിൽ കവിത എഴുതി കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ അവാർഡ് നേടിയ അശോകൻ മറയൂർ അടക്കമുള്ള ആളുകൾ എഴുത്തിനുള്ള ലിപിയായി ഉപയോഗിക്കുന്നത് മലയാള അക്ഷരങ്ങൾ തന്നെയാണ്. എഴുത്തിനും വായനയ്ക്കുമായി ഇടമലക്കുടിയിലെ കുട്ടികളെ മലയാള ഭാഷയിൽ പ്രാവീണ്യമുള്ളവരാക്കി മാറ്റുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പഠിപ്പുറസി. അതിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത്. കേരളത്തിലെ ഏക ആദിവാസി ഗ്രാമമാണ് ഇടമലക്കുടി. അവിടുത്തെ കുട്ടികൾക്ക് പഠന സൗകര്യമൊരുക്കുന്നതിനായി പഠിപ്പുറസി പദ്ധതി നടപ്പിലാക്കി വരുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയെ എത്രമാത്രം കരുതലോടെയാണ് നമ്മുടെ നാട് കാണുന്നത് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇതെല്ലാം. കുടിയിൽ തന്നെയുള്ള TTC പാസ്സായ എഡ്യൂക്കേഷണൽ വോളണ്ടിയേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി കുടിയിൽ നിന്ന് 3 പേരുടെ നിയമനം നടത്തിയിട്ടുണ്ട്. കൂടാതെ പദ്ധതിക്കായി രൂപീകരിച്ച SSK ടീമംഗങ്ങളും കൂടി അവിടെ താമസിച്ചാണ് പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പദ്ധതിയുടെ ഭാഗമായി ക്ലാസ് ലൈബ്രറികളും ജനറൽ ലൈബ്രറിയും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ആനശല്യം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കുടികളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിനായി കുട്ടികളുടെ അമ്മമാരിൽ നിന്ന് തെരഞ്ഞെടുത്ത 3 പേരെ ദിവസവേതനാടിസ്ഥാനത്തിൽ എസ്കോർട്ടിംഗ് സ്റ്റാഫായും നിയമിച്ചിട്ടുണ്ട്. ഇടതു സർക്കാരിന്റെ ചേർത്തുപിടിക്കലിന്റെ ഉദാഹരണമാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ സൂചിപ്പിച്ച പഠിപ്പുറസി പദ്ധതി. കൈരളി ന്യൂസ്, ഇടുക്കി.